എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് റോസ്റ്റിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള, ഒരു നല്ല എരിവുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഈ ഒരു സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10-20 ചെറിയുള്ളി നന്നാക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ടാണ് ഇവിടെ സവാള എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സവാളയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഒരു ഷാലോ ഫ്രൈ, അപ്പുറത്തേക്കൊന്ന് ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയായി കിട്ടും. ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ വല്ലാതെ അങ്ങോട്ട് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അത് അവിടെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. എന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചിയൊക്കെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഉപ്പ് ചേർത്താണ് വറുത്തത്, അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സവാളയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പൊടി 1/2 കപ്പ് പച്ചവെള്ളത്തിൽ കലക്കി നന്നായിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല തിക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങാപ്പാലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മുടെ ഈ മസാലയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ കുറച്ചും കൂടി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില എത്ര ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ചോറിനും അപ്പത്തിനൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.